അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരും ഭരണകൂടവും ചേർന്ന് ഫലസ്തീൻ ജനതയ്ക്കുമേൽ നടത്തുന്ന അതിക്രമങ്ങൾ വീണ്ടും അതിരൂക്ഷമായിരിക്കുകയാണ്. സാധാരണക്കാരായ ഫലസ്തീനികളുടെ ജീവിതവും ഭൂമിയും കവർന്നെടുക്കുന്ന കുടിയേറ്റക്കാരുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളാണ് മേഖലയെ വീണ്ടും ഒരു വൻ രക്തച്ചൊരിച്ചിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ നബ്ലുസിന് സമീപമുള്ള തൽ ഗ്രാമത്തിൽ അരങ്ങേറിയ ദാരുണമായ സംഭവം. ഇവിടെ ഇസ്രായേലി കുടിയേറ്റക്കാരെ പിന്തുണച്ചെത്തിയ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 4 ഫലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത്. പിന്നാലെ ഇസ്രായേൽ കൈക്കൊണ്ട കടുത്ത അടിച്ചമർത്തൽ നടപടികളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇസ്രായേലി കുടിയേറ്റക്കാരും ഫലസ്തീൻ നിവാസികളും തമ്മിൽ രൂപപ്പെട്ട രൂക്ഷമായ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ഏകപക്ഷീയമായ ആക്രമണങ്ങളും അധിനിവേശ നീക്കങ്ങളുമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ നബ്ലൂസിന് സമീപമുള്ള തൽ ഗ്രാമത്തിൽ അരങ്ങേറിയ ഭീകരാന്തരീക്ഷം ഇതിന് തെളിവാണ്. ഹാവത് ഗിലാഡ് എന്ന അനധികൃത ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രത്തിന് സമീപമുള്ള തൽ ഗ്രാമത്തിലെ കിഴക്കൻ ഭാഗത്തേക്ക് 25ഓളം വരുന്ന കുടിയേറ്റ സംഘം ട്രക്കിങ്ങിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും മറവിൽ അതിക്രമിച്ചു കയറുകയും പ്രാദേശിക ഫലസ്തീനികളുടെ 2 വീടുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ തുടങ്ങിയത്. സ്വന്തം മണ്ണും വീടുകളും സംരക്ഷിക്കാൻ പ്രദേശവാസികൾ രംഗത്തിറങ്ങിയതോടെ ജനവാസ മേഖലയിലേക്ക് ഇസ്രായേലി കുടിയേറ്റക്കാർ നിർദ്ദയം തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു. അരമണിക്കൂറിന് ശേഷം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങിയ കുടിയേറ്റക്കാർ അവിടെയുണ്ടായിരുന്ന ഒരു കുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതോടെ മേഖലയിൽ വലിയ രീതിയിൽ ഭീതി പടർന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലി സൈന്യം കൂടി സ്ഥലത്തെത്തി കുടിയേറ്റക്കാർക്ക് അനുകൂലമായി നിലയുറപ്പിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. അക്രമികളുടെയും സൈന്യത്തിന്റെയും വെടിയേറ്റ് തൽഗ്രാമത്തിലെ 4 ഫലസ്തീനികളാണ് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത്. കൂടാതെ 4 ഫലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. കുടിയേറ്റക്കാരെ പ്രതിരോധിച്ച ഫലസ്തീനി ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. തലിൽ നടന്ന സംഭവത്തിൽ 2 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെടുകയും 2 ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. നബ്ലൂസിന് ചുറ്റുമുള്ള തൽ ഉൾപ്പെടെ 5ഓളം ഫലസ്തീൻ ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ കുടിയേറ്റക്കാർ ഒരേ സമയം ഭീതി പടർത്തുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. തലിൽ നടന്ന ഈ ക്രൂരമായ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേലി കുടിയേറ്റ സംഘങ്ങൾ നടത്തിവരുന്ന ആസൂത്രിത അക്രമങ്ങളുടെ തുടർച്ചയാണ്. നിരപരാധികളായ ഫലസ്തീനികളെ സ്വന്തം വസതികളിൽ നിന്ന് ആട്ടിപ്പായിക്കാനും അവരുടെ ഭൂമി പിടിച്ചെടുക്കാനും കുടിയേറ്റക്കാർ നടത്തുന്ന നിയമവിരുദ്ധ ശ്രമങ്ങളാണ് ഈ മേഖലയിൽ സമാധാനം തകർത്തത്. പ്രകോപനപരമായി കടന്നുവന്ന് കൂടാരങ്ങളും കാരവാനുകളും സ്ഥാപിച്ചാണ് പതുക്കെ ഇവർ ഫലസ്തീൻ മണ്ണ് കയ്യേറി പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. വൻ ആയുധശേഖരവുമായി എത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് സൈന്യത്തിന്റെ നിശബ്ദ പിന്തുണയും നേരിട്ടുള്ള സംരക്ഷണവും ലഭിക്കുന്നുണ്ടെന്ന് ഫലസ്തീൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് ഫലസ്തീൻ പ്രദേശങ്ങളിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിൽ ഇസ്രായേലി അധിനിവേശ കുടിയേറ്റക്കാർക്ക് നേരിട്ടുള്ള പങ്കുണ്ടെന്ന് ഈ അടുത്ത കാലത്തെ എല്ലാ സംഭവങ്ങളും അടിവരയിടുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന മേഖലയാണ് നബ്ലുസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 87 ഫലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 21 പേരെ നേരിട്ട് വധിച്ചത് ഈ കുടിയേറ്റക്കാരാണ്. കൂടാതെ 800-ലധികം ഫലസ്തീനികൾക്ക് ഈ കുടിയേറ്റക്കാരുടെ വെടിയേറ്റും അക്രമങ്ങളിലും പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗസയിലും ലബനനിലും ഇറാനിലും യുദ്ധം പടർന്നു പിടിച്ചതോടെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റവും കൊലപാതകങ്ങളും വലിയ വേഗതയിലാണ് വർദ്ധിച്ചത്. ഫലസ്തീൻ ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അധിനിവേശ ഭരണകൂടത്തിന്റെ പുതിയ തന്ത്രമാണിത്. തല്ലിൽ കുടിയേറ്റക്കാർ ഉണ്ടാക്കിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അക്രമികളെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം ഫലസ്തീൻ ജനതയ്ക്ക് മേൽ കൂടുതൽ കടുത്ത ശിക്ഷാ നടപടികളാണ് ഇസ്രായേൽ സർക്കാർ ചുമത്തിയത്. സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഫലസ്തീൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ വലിയ സൈനിക റെയ്ഡുകൾക്ക് ഉത്തരവിട്ടു. തൽ ഗ്രാമത്തിലും നബ്ലൂസിലും സുരക്ഷാ ഉപരോധം ഏർപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യം ചുറ്റുമുള്ള ചെക്ക് പോയിന്റുകളെല്ലാം അടയ്ക്കുകയും പരിക്കേറ്റ ഫലസ്തീനികൾക്ക് അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നത് പോലും തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആക്രമണത്തിന് ഉത്തരവാദിയെന്നാരോപിച്ച് ഒരു ഫലസ്തീനിയുടെ വീട് ഇടിച്ചു നിരത്താനും ഗ്രാമങ്ങളിലെ ഫലസ്തീനികളുടെ തൊഴിൽ പെർമിറ്റുകൾ റദ്ദാക്കാനും നെതന്യാഹു നിർദ്ദേശം നൽകി. ഇതിനെല്ലാം പുറമെ സംഘർഷങ്ങൾക്ക് കാരണക്കാരായ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ
ഫാം ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും നിലവിലുള്ളവ നിയമവിധേയമാക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിയമപ്രകാരം തികച്ചും അനധികൃതമായ ഈ കുടിയേറ്റ കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ ധനമന്ത്രി സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ നേതാക്കളും സ്വീകരിക്കുന്നത്. കുടിയേറ്റക്കാരെ ഹീറോകളെന്ന് വിശേഷിപ്പിച്ച ഇവർ ഫലസ്തീനികൾക്ക് നേരെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തൽ നടത്താനാണ് സൈന്യത്തോട് ആഹ്വാനം ചെയ്തത്. ഈ ദാരുണമായ കൂട്ടക്കൊലയെയും വംശഹത്യയെയും അതിശക്തമായ ഭാഷയിലാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചത്. ഫലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ നക്ബ അഥവാ സർവ്വതും നഷ്ടപ്പെട്ട ആ പഴയ ദുരന്തപൂർണമായ ചരിത്രത്തിന്റെ പുതിയ രൂപമാണിതെന്ന് അവർ പ്രസ്താവിച്ചു. അധിനിവേശ ഭരണകൂടവും കുടിയേറ്റക്കാരായ ഗുണ്ടാ സംഘങ്ങളും ചേർന്നുള്ള ആസൂത്രിത കുറ്റകൃത്യമാണിതെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഇസ്രായേലിന്റെ ഇത്തരം പിടിവാശികളും കടന്നുകയറ്റങ്ങളും വെസ്റ്റ് ബാങ്കിനെ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുമെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദിയും മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലേക്ക് ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറിന്റെ നേതൃത്വത്തിൽ 4200-ലധികം കുടിയേറ്റക്കാർ അതിക്രമിച്ചു കയറിയ സംഭവത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ ഈ രക്തച്ചൊരിച്ചിൽ മേഖലയെ പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന വലിയ ആശങ്കയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴുള്ളത്.